ഏത് പാമ്പിനെ ഇവൻ കീഴടക്കും. സത്യത്തിൽ പാമ്പ് കടിച്ച വിഷമാണ്. ഇവൻ കടിച്ച വിഷമുണ്ടോ? ചിക്കൻ ബിരിയാണി ആയിരിക്കും, മട്ടൻ ബിരിയാണി ആയിരിക്കും, അങ്ങനെ എല്ലാ ഫുഡുകളും കഴിക്കുന്ന ആടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല. ഹായ് സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങൾ കാണിക്കും, അതുപോലെ 8 ലക്ഷം രൂപയുടെ കുരങ്ങനെ കാണിക്കും എന്നുള്ളത്. കുരങ്ങൻ ഒന്നല്ലട്ടാ, വെറൈറ്റി ആയിട്ടുള്ള പോക്കറ്റിലേക്ക് ഇടാൻ പറ്റിയതുകൊണ്ട് അതുപോലെ വെറൈറ്റി ആയ കുറെ ജീവികൾ ഇവിടെ ഉണ്ട്. ആയിട്ടുള്ള ഈ ഒരു ഐറ്റം കണ്ടാ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഐറ്റത്തിനെ കണ്ടിട്ടില്ല. റയറായിട്ട് മാത്രം കാണുന്ന ഒരു ഐറ്റാണ്. ഇതിനെ നമ്മുടെ പുറത്തേക്കൊന്നും എടുക്കാൻ പറ്റുമോ? പിന്നെന്താ, എടുക്കാല്ലേ? ഇതിന്റെ ആള് ഇതാണ്, ഇവനാണ് ഇതിനെ കൈകാര്യം. മച്ചാന്റെ പേരെന്താ? ഇത് ചില്ലറക്കാരനല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഐറ്റം അല്ല കേട്ടോ. ഇത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. മച്ചാൻ പുറത്തിറക്കും. മച്ചാനെ കൊച്ചു കുട്ടികളുടെ അതേ കയറി പോന്നേക്കണ. ഇത് കണ്ടാ, ഇതെന്തായി കൊടുക്കണേ? അല്ലടാ, കൊച്ചു കുട്ടികൾ കുടിക്കും പോലെ കുടിക്കണ്ട സെർലാക്ക്. വേറെ എന്താ കഴിക്കണത്? കൈ ഉണ്ടവന്റെ ചിക്കനൊക്കെ നഗരൊക്കെ ഉണ്ടല്ല. ചിക്കൻ കഴിക്കുവാ? ചിക്കൻ കഴിക്കും. ബീഫ് കൊടുത്തിട്ടില്ല. കഴിക്കുമ്പോ ഇങ്ങനെ തൊട്ടാ തട്ടുവോ? ഇല്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോ പുള്ളി അഗ്രഷൻ കാണിക്കും. അതെല്ലേ, എന്നെ ഇഷ്ടപ്പെട്ടു. കൊച്ചു പിള്ളേരൊക്കെ ഭയങ്കര. ഇവന്റെ പേര് നമ്മൾ സിംബാന്നാണ് ഇട്ടിരിക്കുന്നത്, അല്ലാതെ ബ്രീഡിന്റെ പേര് വന്നിട്ട് സ്ക്വയറൽ മങ്കി. ഇത് എവിടുന്ന വന്നത്? ബ്രസീൽ. ഇതൊക്കെ കാടുകളിലുള്ളതാണോ? ഈ സംഭവമൊക്കെ കാടുകളിൽ കിട്ടുന്നതാണ്. ഇത് ഇവിടെ ഇന്ത്യൻ സ്പീഷീസ് അല്ല, എല്ലാം പുറമേ ഉള്ള ഐറ്റംസ്. ഇതിന് ഷാഹിദും അനസും കൂടെ ആണല്ലോ ഇത് നടത്തണേ. ഈ 2 പേരുമാണ് നടത്തുന്നത്. ഇതിന് എത്ര രൂപ വരും? 8 ലക്ഷം രൂപ. എത്ര? 8 ലക്ഷം. കേട്ടില്ലേ? വെറും 8 ലക്ഷം രൂപയുടെ മുതലായിരിക്കണേ. പക്ഷേ ഉണ്ടല്ലോ, വേറെ എങ്ങും പോയാലും നമുക്ക് ഇതുപോലെ അടുത്ത് നിൽക്കാൻ പറ്റൂല. അടുത്ത് കാണിക്കുവോ? ഇല്ല. ഇവിടെ വന്നാൽ കാണിക്കും. കണ്ടില്ലേ? ഇത് കൂടാതെ വേറെ ഐറ്റം ഇട്ടാ അത് നമുക്ക് അതിലേക്ക് വരാം. പക്ഷെ എനിക്ക് ഇതിന്റെ അടുത്തുനിന്ന് പോകാൻ പറ്റില്ല. ഞാനൊന്ന് ചേട്ടൻ വെച്ച പയ്യെ ഇത് ഫീഡിങ് കൊടുക്കണേ. അങ്ങനെ വയ്ക്കണോ അല്ലേ? മച്ചാനെ കുടിതാ, വയറ് നിറച്ച് കുടിച്ചോട്ടാ. അങ്ങനെ ഞെക്കി കൊടുക്കണോ അല്ലേ? പ്രസ് ചെയ്യും. പോയിന്റ് ഒന്ന് നോക്കിയടാ. ആ പോയിന്റ് അല്ലേ? നീ കുടിച്ചോടാ, നീ ധൈര്യമായിട്ട് കുടിച്ചോ. നമ്മുടെ ഷാഹിദിന്റെ കൂട്ടാവണം ഇവിടെ. നീ ഷാഹിദിന്റെ ഇതിന്റെ ഓണറിനെ കണ്ടില്ലേ നിങ്ങള്? ഇതുപോലെ ആവണം. ഇനി ഒരു കുറച്ച് നാള് കഴിഞ്ഞ് വരുമ്പോ ഷാഹിദിന്റെ തൊട്ട് ഈ ചെറിയ വലിപ്പത്തിന്ന് വലിയ തീർച്ചയായിട്ടും നമ്മളിവിടെ ഫുഡ് കൊടുക്കാനൊന്നും യാതൊരു വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ഐറ്റം ഉണ്ട് കേട്ടോ. കീരിനെ കണ്ടില്ലേ? ഫെററ്റ്. ഇത് 20 മണിക്കൂർ ഉറക്കവും 4 മണിക്കൂർ ഡ്യൂട്ടി. 4 മണിക്കൂർ എഴുന്നേറ്റിരിക്കുള്ളൂ. പക്ഷെ ഇത് ഇച്ചിരി ആക്റ്റീവ് ഉണ്ട്, ഇത് ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവാ. പിന്നെന്താ, പാമ്പിനെയൊക്കെ പിടിക്കുന്ന ആ കീരിയാണോ? അതുപോലത്തേക്ക് ഏകദേശം അതുപോലെ. എവിടത്തെ കീരി അത്? ഇത് ബ്രസീൽ. നമുക്ക് പിടിക്കുന്നതിന് കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഇതേ കണ്ടില്ലേ, വായിലൊക്കെ കടിച്ചെളിയോ. ഇറച്ചിയാ കഴിക്കുന്നേ, മാംസം കഴിക്കണേ. നമ്മുടെ നാട്ടിൽ പോണ കീരിയില്ലേ, ആ കീരിയാണ് ഇത്. ഇന്ത്യൻ കീരി അല്ല, മറിച്ച് ബ്രസീലിയൻ കീരിയാണ്. ഇതിന്റെ കളറൊന്നും മാറിയെന്നും മാത്രമേ ഉള്ളൂ. ഏത് പാമ്പിനെ ഇവൻ കീഴടക്കും. സത്യത്തിൽ പാമ്പ് കടിച്ച വിഷമാണ്. ഇവൻ കടിച്ച വിഷമുണ്ടോ? കടിക്കോ വിരലുമ്മയൊക്കെ? നമ്മുടെ ഇല്ല, വിരല് വായിക്കാതെ ഇട്ടാ പോലും കടിക്കത്തില്ല. അടിക്കൂല. അന്ന് നോക്കണല്ലോ. ഒരു ഫീഡ് എന്തെങ്കിലും ഉണ്ടോടാ? അയ്യോ, ഇതിനെന്തൊക്കെ കൊടുക്കണേ? ഈ പുഴുവല്ലത്? അതേ ഒന്നാന്തരം പുഴുവിനെയാണ് ഇതിന് തിന്നണേ. പുഴുവാണ്. രാവിലെ ഇറച്ചി കഴിച്ച് ബീഫോ ചിക്കൻ. ആരെങ്കിലും എവിടെയെങ്കിലും കീരീനെ എടുത്തിട്ടില്ലല്ല? കണ്ടാ, ഇവിടെ വന്ന പെറ്റുപോലെ നമ്മുടെ കയ്യിലിങ്ങനെ ഇണങ്ങിയിരിക്കും കീരി അല്ലേ? കൊച്ചു കുട്ടികളുടെ അടുത്ത് കൊടുക്കണേനൊന്നും കുഴപ്പമില്ല. മാംസം കൊടുക്കാനിട്ടാ ഒന്ന് കൊടുത്തടാ. ഈ മാംസം കൊടുക്കും. അതൊക്കെ കിട്ടിയ നിസ്സാരം പോലെ ആശം അടിച്ച് കയറ്റാണല്ലേ. പാമ്പിനൊക്കെ പിടിക്കണ്ട ഇവിടെ. എന്നതിന്റെ പേര് ടെഗുവാ? അല്ല, ഇത് മർമസെറ്റ്. പോക്കറ്റ് മങ്കി എന്നും പറയും. ഇത് നെയ്ത്ത് വരില്ല നമ്മുടെ വൈറ്റ്. ഇതിന് മെയിനായിട്ട് എന്ത് ഭക്ഷണം കൊടുക്കണേ? ഇതിന് നമുക്ക് ഫ്രൂട്ട്സ്, സർലാക്ക്, അതൊക്കെ കൂടുതൽ. കുഴപ്പമൊന്നുമില്ല അല്ലേ? മീറ്റും കഴിക്കും. ഇത് ഞാൻ കുരങ്ങ മാന്തും പോലെ മാന്തൂല. അങ്ങനെ അത്ര ഇതില്ല. എന്നാലും ഇതിപ്പോ സെമി ടേംഡാ, നമ്മൾ ടേംഡ് ആക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതിങ്ങനെ നമ്മൾ ഡെയിലി നമ്മളെ കയ്യിൽ നിന്ന് ഫീഡ് കൊടുത്ത് നമുക്ക് ഇതാക്കാം. തീറ്റ കൊടുത്ത് തന്നെയാണ് ഇണക്കാൻ പറ്റുക.
നമ്മുടെ ശരീരത്തിന്റെ ചൂട് അതെ അതെ സ്മെല്ല് നമ്മളെ സ്മെല്ല് അറിയും, പയ്യെ പയ്യെ നമ്മളോട് ഇണങ്ങി വരും. ഇത് കടിക്കണേണാ ഒന്നും ചെയ്യത്തില്ല. ഇത് മുതലല്ലത് ടെഗു ടെഗു ടെഗു. അർജന്റീന. ഉടുമ്പ് വർഗത്തിലുള്ളതാണ്, അർജന്റീന ടൈപ്പ്, അർജന്റീനയിലുള്ളതാണ്. മെസ്സിയുടെ ആളാണാ. നമ്മുടെ ഇവിടുത്തെ ഉടുമ്പിന്റെ വ്യത്യാസം ഉണ്ട്. വ്യത്യാസമുണ്ട്. അതെന്താ വ്യത്യാസം? അവരുടെ ബ്രീഡിലുള്ളതാണ്. ഇത് പിടിച്ചാ വിടൂല, ഒന്നും ചെയ്തില്ല. പിടിച്ചാ വിടൂല. ഇന്ന് അടുത്ത് കാണിക്കും മച്ചാനെ. നാക്ക് നീട്ടിട്ട് വന്നത്, നമ്മുടെ നാക്ക് നീട്ടുന്നത് അടുത്തേക്ക് വന്ന് നോക്കി. പേടിയാവുണ്ടല്ലേ? ഇതിനെങ്ങനെയല്ലേ പിടിക്കണ്ടേ? ഇത് പിടിച്ചാ വിടൂല. ആ ഉടുമ്പ് തന്നെയല്ലേ ഇത്? ഇത് പക്ഷെ ആ സ്വഭാവക്കാരനല്ല, വേറെ സ്വഭാവം. ഇതിനെ തീറ്റ കൊടുക്കാമാണ് നമ്മൾ. അങ്ങനെ തന്നെ തിന്നുന്ന പറഞ്ഞിട്ട്. ഇത് ജീവനുള്ള അല്ലേ? അതെ, ജീവനുള്ള. നമുക്ക് കാണട്ടെ, കാണുന്ന രീതിയിൽ കണ്ടപ്പോ ഓടി സ്പീഡിൽ ഓടി വരും. അവനടുത്ത് കച്ച് ചെയ്തോളും, പേടിക്കണ്ട. കണ്ടോ? കൊതിപ്പിച്ചിട്ട് കടന്നു കളയുന്നു. ഇതാണ് ഇതിന്റെ ഭക്ഷണം. അതെ. വേറെന്തൊക്കെ ഭക്ഷണം? മീറ്റ്, ഇറച്ചി, മുട്ട. ഇത് നമ്മൾ സാധാരണ ജീവനുള്ള കോഴി അങ്ങനെയുള്ള ചെറിയ കുഞ്ഞ് കോഴിക്ക് ചിക്സ് ഐറ്റംസ്. എന്തിന്റെ കുഞ്ഞ്? അങ്ങനെയൊക്കെ കൊടുക്കും. അത് പിടിച്ചു അല്ലേ? ഇത് നമ്മുടെ സാധാരണ ഉടുമ്പ് തന്നെയാണ്. ഇത് ആഫ്രിക്കനാ. എവിടെ? അർജന്റീന. അർജന്റീന. മതിയാ? ഇല്ല അങ്ങനെ പിടച്ചിലോ കയ്യിലിരുന്നു. അർജന്റീന. നമ്മുടെ ഇവിടുത്തെ ഉടുമ്പിനെ ശരിക്കും നമുക്ക് വളർത്താൻ പാടില്ല. അല്ല, വളർത്തിക്കൂടാ. വേറെ രാജ്യത്ത് ഇത് മൃഗങ്ങളാണ്. ഇന്ത്യൻ സ്പീഷീസ് ഒന്നും ഇവിടെ വളർത്തിക്കൂടാ. ഇനി ഇത് ഫുഡ് അടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ളു. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിന് ഇനി നമ്മളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമൊക്കെ ചെയ്യുള്ളൂ. ഇത് ഒരു ദിവസം എത്ര എണ്ണത്തിന് കൊടുക്കണത്? ഇത് 3-4 എടുക്കും. ഇതിന്റെ വിശ്രമം എങ്ങനെയാ? ഇത് ഫുഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുൾ റെസ്റ്റ്. ആടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിക്കൻ ബിരിയാണി ആയിരിക്കും, മട്ടൻ ബിരിയാണി ആയിരിക്കും, അങ്ങനെ എല്ലാ ഫുഡുകളും കഴിക്കുന്ന ആടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല. പക്ഷെ ഈ നിൽക്കുന്ന ആടുണ്ടല്ലോ, ഇവന്മാരുടെ 2 പേരയിൽ നിൽക്കുന്ന ആട് ഇതൊക്കെ കഴിക്കും. എന്തൊക്കെ കഴിക്കും? ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി. സത്യത്തില് നിനക്ക് ഈ പ്ലാവിന്റെ ഒക്കെ ഇല ഒടിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് നീ കൊടുക്കണ ഫുഡ് കൊടുത്ത് ശീലിപ്പിച്ചാലേ പയ്യന്മാരായിട്ട് കഴിക്കാൻ വരുമ്പോ ഇവന്മാരും വന്നിരുന്ന് നമ്മളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഒരു മടിയില്ല. ഇത് കൂടാതെ ഇത് ആളെയൊക്കെ വെച്ചിട്ട് കൊച്ചു കുട്ടികളെയൊക്കെ ഇവിടെ ഇരുത്തിട്ട് റൈഡിരിക്കും. നല്ല അടിപൊളിയായിട്ട് റൈഡ്, നല്ല വീഡിയോസ് ഒക്കെ ഉണ്ട് അല്ലേ? ഇതിന്റെ വേറൊരു പ്രത്യേകത 2 ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് സിംഹത്തിന്റെ വാലൊക്കെ ആയിട്ട് നടക്കണണ്ട. ഇത് എന്താണ് ഇത്? മേക്കൊക്കെ കളഞ്ഞു, എന്നെ മേക്കൊക്കെ കളഞ്ഞു. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും വേറൊരു സംഭവം കാണിച്ചേട്ടാ. ഇതിനോട് ഇവരൊരു ക്രൂരത ചെയ്തിട്ടുണ്ട് ഇല്ലേ? ആ ക്രൂരത ഞാനൊന്ന് കാണിച്ചു തരാം. വാ. സാധാരണ ഞാൻ എങ്ങും കാണാത്തൊരു സംഭവമാണ്. ഇതിന്റെ മണിമ വരെ പാദസര, ചങ്ങലയാ എന്തെങ്കിലും ഇട്ട് കൊടുത്തേക്കണ്ട. ഇങ്ങനെ ഇട്ട് കൊടുക്കാവൂടാ. കാലുമ്മയൊക്കെ ഇട്ട് കൊടുക്കാം. സക്കീർക്ക ഇങ്ങനെ ഇട്ട് കൊടുക്കാവോ? ഇത് പാടില്ല. പക്ഷെ ഇവന്മാര് മണിമ വരെ ഇട്ട് കൊടുത്ത് ഇവര് കാറിലൊക്കെ കൊണ്ടുവന്ന് എടുക്കാറില്ലേ? ഈ തിരുവനന്തപുരം ടൗണിൽ കൂടെ ചായ കുടിക്കാൻ പോകും, വട കഴിക്കാൻ പോകും. ഡോഗിനൊക്കെ ആളുകൾ കൊണ്ടുപോകും പോലെ ഇവര് കാറിൽ കയറ്റി. അത്ര ഇഷ്ടമാണ് കേട്ടാ ഇതിനോട്. ഇതിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ചിന്ന. നിങ്ങളുടെ കൂടെ ഒക്കെ എടുത്ത് നല്ല ഫാൻസുകളാണ് കേരളത്തില്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത് എന്തിനാണത്? ഇത് ചെമ്മരിയാണ്. അതായത് നമ്മുടെ ചെമ്പരി പൊതുപ്പൊക്കെ അത് തന്നെ. അതിന്റെ രോമം അതിപ്പോ പുതച്ചിറങ്ങും വീട്ടില്. വീട്ടിൽ പുതച്ച് കിടക്കുകയാണ് രോമം. അത് ഉണ്ടാക്കിയേക്കണ അതിന്റെ രോമമൊക്കെ നിങ്ങൾ തന്നെയാണ് അത് കളഞ്ഞേ? അത് സത്യത്തിൽ അതിന്റെ രോമം എന്ത് എങ്ങടെ കൊണ്ടുപോയിട്ട് കളഞ്ഞു? അത് നമുക്കല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഇതിപ്പോ കൂടി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളത് ട്രിം ചെയ്ത് വിട്ടു. ക്ലൈമറ്റ് ചൂടും കൂടെ വലിയായിട്ട് ചൂടാവുമ്പോഴാണ് ഇതിന്റെ വെട്ടണത്. അങ്ങനെയാണ്. നല്ല വളരുമ്പോ നമ്മൾ വെട്ടിക്കളയും. അങ്ങനെയാണ്. ശരിക്കും വളരൂലേ? ട്രിം ചെയ്ത് കളഞ്ഞതാ. ഇതിനൊക്കെ എവിടുന്ന് പൊക്കിയെടുത്തത്? ഈ ഒരു ചങ്ങല എടുത്തെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ സുഹൃത്തുക്കളെ. നിങ്ങളിത് കേൾക്കണം. ഈ ചങ്ങല അവന്മാര് ഇത് എടുത്തു പറഞ്ഞിട്ടില്ല. ആ 2 അവന്മാര് ഇവിടെ ഒച്ചയും ബഹളാണ്. ഒരാളിനെ അവിടെ നിർത്തി കൊടുത്തേക്കണെയാണ്. ഗായ്സ്, അപ്പൊ ഇനി നമ്മള് വേറൊരു ഐറ്റം പരിചയപ്പെടുത്തി തരാം. മീർക്കറ്റ്. ഇത് ഇവൻ ആഫ്രിക്കൻ സ്വദേശിയാണ്. ഇവനും ഇത് ഇച്ചിരി വയലൻസ് ആയിട്ട് നിൽക്കുന്നേ ഉള്ളൂ. നമ്മള് ഇതായി വരുന്നതേ ഉള്ളൂ. അടുത്ത് കാണിച്ചു കൊടുത്തേ. എന്താ മെക്കാവോ സംസാരിക്കുകയും ചെയ്യും, ഇവനും സംസാരിക്കുകയും ചെയ്യും. 2 സംസാരിക്കൂലേ? ഇത് കൂടാതെ ഇവന്റെ ഒരു ഡാൻസ് ആണ്. ഇവൻ ഡാൻസ് കളിക്കുന്ന ഈ പാട്ട് പാടണം. പാട്ട് പാടാൻ വേണ്ടി നമ്മുടെ സക്കീർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്.
പാട്ടുപാടാൻ എങ്കിലാണ് നമ്മുടെ ഐറ്റം ഡാൻസ് കളിക്കുള്ളൂ. എല്ലാവരും കൂടെ ചേർന്ന് ഈ സക്കീർക്കായ നമ്മളിവിടെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വെക്കും. ഇവിടുത്തെ മെമ്പർ കൂടിയല്ലേ? ഏത് പഞ്ചായത്തിന്റെ? ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിന്റെ എത്രാം വാർഡ്? ടൗൺ വാർഡാണ്. പക്ഷെ നമ്മൾ ഈ പക്ഷിമൃഗാദികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രധാന ഐറ്റം ഇതിന്റെ അകത്താണ് ഇരിക്കുന്നത്. ആ കയറിപ്പോര് കണ്ടില്ലേ, മീൻ, നല്ല കളർ മീൻ. ഇത് കൂടാതെ കുറെ ഐറ്റം ഉണ്ട് കേട്ടോ. ഇതിനെ നമ്മൾ അടുത്തേക്ക് വരുത്താൻ പോണ്. ഇതിന്റെ തീറ്റയല്ലേ? അവിടെ ഇരുന്ന് കൊടുത്തേക്കാം. ഇരുന്നോ, അതിലിരുന്നാ മതി. ഇരുന്ന് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ വരും എന്നാണ് പറയണേ. നോക്കട്ടെ, കുലിക്കുക, കൈ ഒന്ന് ഷെയ്ക്കുക. എന്റെ കയ്യിൽ നിന്ന് പോയി, എല്ലാ തീറ്റയും പോയി. എല്ലാം വന്ന് കടിക്കണണ്ടാ. അതെ, ഒരെണ്ണത്തിന് കിട്ടലല്ലോ നമുക്കിതിന്. ഇതിന്റെ തലേതാ വാലേതാന്ന് വല്ലതും മനസ്സിലാവണ്ട. തലയും വാലും ഒന്നും മനസ്സിലാവില്ല. അത് കണ്ടില്ലേ? അയ്യടാ, ഒരു കാര്യം ചോദിച്ചോട്ടാ, ഈ സൺകൊണൂറും അതുപോലെ ഈ സാധാ നാടൻ കോഴിയും അതുപോലെ ഇഞ്ചസാ അത് ഫെസന്റ് ആണ്. ഇത് സിൽവർ ഫെസന്റ്, അത് ഗോൾഡൻ ഫെസന്റ്. ഗോൾഡൻ ഇത് അതിന്റെ ഫീമെയിൽസ് ആണ്. ഒരു അപകടം വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തിരിച്ചറിയാൻ ശാസ്ത്രം. ഇതിനൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഇട്ട് വളർത്തുന്നതിന് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അതിന്റെ പ്രാവുണ്ട്, അല്ലാണ്ട് ഇരിക്കുന്നുണ്ട്. ഇതിന്റെ അകത്തേക്ക് കയറാൻ കേട്ടോ കൊത്തി തവിട് ഓടിയാക്കൂന്നാണ് പറയണത്. കൊത്തൂടേ ഒന്നും ചെയ്യത്തില്ല. ആഹാ, എടാ ഇത് ഇനിയും വലിപ്പം വയ്ക്കൂലേ? ഇതിപ്പോ 6 മാസം ആയതുള്ളൂ. 6 മാസം ആയിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. അല്ല, അത് ഇത്ര ഹൈറ്റ് വരും. കൂട്ടി പറഞ്ഞാണ്, കൂട്ടി പറയണം. അത് ഒട്ടകപക്ഷി വരും. ഒട്ടകപക്ഷിയാണ്. അത് ശരി. അതിന്റെ അടുത്ത് കൊത്തി തവിട് അതുണ്ട് ഇവിടെ. ഒട്ടകപക്ഷി എവിടെ? വർക്കിന് പോയിരിക്കുക. അപ്പൊ കൊറേ ഐറ്റംസ് വർക്കിന് പോയേക്കാണ്. പൈത്തൻസ് ഉണ്ട്, ഒട്ടകപക്ഷി ഉണ്ട്, വേറെന്തൊക്കെയുണ്ട്? അല്ലാണ്ട് അത്യാവശ്യമുള്ള എല്ലാത്തിനും പ്രോഗ്രാമിനും വിടും. എല്ലാം പ്രോഗ്രാമിനും വിടും. ആർക്ക് വേണമെങ്കിലും വന്ന് കാണാം. ആർക്ക് വേണമെങ്കിലും അടുത്തേക്കാം. കുതിര റൈഡ് എടുത്താൽ, ഒട്ടക റൈഡ് എടുത്താൽ, പക്ഷികൾ എടുക്കാം. ഇവിടെയുള്ള എല്ലാ ഐറ്റംസും കയ്യിലെടുക്കാം. വേറെ മൈൻഡ്